സിനിമയിലോ അല്ലെങ്കിൽ ഒരു കഥയിലോ വായിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു സംഭവമാണ് അമ്മയുടെ മരണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, വളരെ നമ്മൾ വിശ്വസിക്കാൻ ആവാത്ത തരത്തിലുള്ള ഒരു വലിയ ട്രാജഡി ആയിരുന്നു. അതെ. അപ്പോൾ ആ സംഭവം എങ്ങനെയായിരുന്നു എന്നുള്ളത്? സംഭവം ഞങ്ങളെല്ലാം ഒരുമിച്ച് വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ കാലത്ത് പെട്ടെന്ന് എല്ലാ നാടടക്കം ഒരു മസൂരി കഥ വരികയാണ്. അന്ന് മസൂരിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സുഖേട് ബാധിക്കുന്ന ആളുകളെ തനിച്ച് വീട്ടിൽ നിർത്തിയിട്ട് മറ്റുള്ളവരെല്ലാം തന്നെ പകരാതിരിക്കാൻ വേണ്ടി മറ്റു ബന്ധുക്കളുടെ വീടുകളിൽ പോയി താമസിക്കുന്ന പതിവുണ്ട്. അതനുസരിച്ച് അമ്മയെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ 2-3 ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയതിന് ശേഷം മാറി താമസിക്കുകയായിരുന്നു അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത സഹോദരനുമായിട്ട് അമ്മയെ കാണാൻ പോയി. അമ്മയെ ദൂരെ നിന്ന് കണ്ടു. കണ്ടതിന് ശേഷം അമ്മ കൈവീശി. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് തെക്ക് വശം ഒരു തോടുണ്ട്. പാലം കയറി ഇക്കര ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ജനൽ കൂടി അമ്മ ഇങ്ങനെ കൈവീശുന്ന കണ്ടു. കൈവീശിക്കൊണ്ട് ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷം തിരിച്ചു മടങ്ങുകയാണ് ഉണ്ടായത്. ഒരുപാട് ദൂരമുണ്ടോ ഇല്ല, കുറച്ച്. ഈ ഒരു അസുഖം വരുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാവരെയും തന്നെ ഒഴിഞ്ഞ് താമസിക്കുകയാണ്. അയൽ വീട്ടിലും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഈ മസൂരി ബാധിച്ച പിന്നെ വ്യക്തികൾ ഇതുപോലെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ താമസിക്കുകയും ഇടയ്ക്ക് വൈദ്യന്മാർ വന്നിട്ട് അതിന് ചില പച്ച മരുന്നുകളുടെ ചികിത്സ അതിനും ഗുളികയൊക്കെ കൊടുത്തിട്ട് പോകും. അങ്ങനെയായിരുന്നു അക്കാലത്തെ ചികിത്സാ രീതിയും ശുശ്രൂഷയുടെ രീതിയും രോഗികളുടെ അവസ്ഥയും അങ്ങനെയായിരുന്നു. അച്ഛൻ 11-ാം വയസ്സിൽ മരിച്ചു, അമ്മ 4-ാം വയസ്സിൽ മരിച്ചു. ഇതുകൊണ്ടായിരിക്കുമോ സഖാവിന് ദൈവവിശ്വാസം ഇല്ലാതായി എന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ ആകസ്മികമായ മരണവും പിന്നെ രക്ഷിതാവായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അച്ഛനായിരുന്നു. അച്ഛന് ഞാനിങ്ങനെ 7-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു. അസുഖമായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ലോകത്തും കേരളത്തിലുമൊക്കെ ഉള്ള ദൈവങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഏകാലംബമായിട്ടുള്ള അച്ഛൻ്റെ ജീവിതം രക്ഷിക്കണമെന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുകയും മറ്റുമൊക്കെ ചെയ്തെങ്കിലും അന്നും ഫലമില്ലാതെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ വിശ്വാസ തകർച്ച എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാം പിന്നെ കുറേശ്ശെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞതോടുകൂടിയിട്ട് ആ വിശ്വാസം ദൃഢമാകുകയും മതേതരവും ശാസ്ത്രീയവുമായിട്ടുള്ള ധാരണകളിലേക്ക് എത്തുകയുമുണ്ടായി.